10 വോട്ട് കിട്ടിയ ഭാഗ്യം. ആളുടെ ഫാമിലിയിൽ 10 പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 10 വോട്ട് മാത്രമേ കിട്ടുള്ളൂ. പി.സി. ജോർജ് ചടച്ചടാവാ പൊട്ട അഭിപ്രായം പറയുന്നു. അത് നമുക്ക് പബ്ലിക്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് ജയിക്കാനല്ല നിങ്ങളെ തോൽക്കാനാണെങ്കിൽ റെഡിയാ. തോൽക്കാൻ റെഡി, ജയിക്കാൻ സാധ്യത കുറവാണ്. പി.സി. ജോർജ് അഭിപ്രായമില്ലാത്ത ആളായി പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി, ഇങ്ങോട്ട് ചാടി, അങ്ങോട്ട് ചാടി, അങ്ങോട്ട് പാര വെച്ചു, ഇങ്ങോട്ട് പാര വെച്ചു നടക്കുന്ന ആളായ കാരണം. സുരേഷ് ഗോപി ഇപ്പം നിൽക്കണ പാർട്ടിയിൽ നിന്നാൽ ഞാൻ ജയിക്കില്ല. എന്നാൽ വേറെ സ്വതന്ത്രനായിട്ട് ഒരു പാർട്ടിക്ക് സ്വതന്ത്രനായി നിന്നാൽ ചിലപ്പോൾ അവൻ ജയിക്കും. നല്ല മനുഷ്യനാ. പക്ഷെ അവൻ ചാണകവില കിടക്കണ, തിരിഞ്ഞു വളഞ്ഞ് നടക്കുള്ളൂ. തൃശ്ശൂര് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ കെട്ടിയ കാശില്ല ചിലപ്പോ. കെട്ടിയ കാശില്ല ചിലപ്പോ. ജോർജിനെ കുറിച്ച് എന്തെന്ന് പറയാ, ആള് ഇപ്പോ നിന്നാ തോൽക്കുള്ളോ. പി.സി. ജോർജിനെ വിശ്വസിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് എൻ്റെ അഭിപ്രായം. എപ്പോഴാണ് മറുകണ്ഠം ചാടുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കുറെ നേരം കോൺഗ്രസ് നടക്കും, പിന്നെ BJP-ലേക്ക് മാറിയില്ലേ. പിന്നെ അവനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അവനൊന്നും വരരുത്, കള്ളനാണ്. വന്നിട്ട് കാര്യമില്ല, കാലം വരെയില്ല ആള്. പി.സി. നല്ല മനുഷ്യനാണ്. എന്നാൽ എല്ലാ സമയത്തും നല്ല മനുഷ്യനല്ല. വ്യക്തമായൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാത്തൊരു വ്യക്തിയാണ് അയാൾ. കാരണം മറുകണ്ഠം ചാട്, അങ്ങോട്ട് ചാട്, അങ്ങോട്ട് ചാട്. പി.സി. ജോർജാ, എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. അങ്ങോട്ട് ഇപ്പോൾ BJP-ലേക്ക് ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യം കാലം മാറണ, എത്രാമത്തെ പ്രാവശ്യം ഇപ്പോൾ കാലം മാറണമെന്നാണ്. ഇപ്പം ഏതെല്ലാം പാർട്ടിയിൽ ചാടിയാൾ. അയാൾ ചറ്റ, അയാൾക്ക് അധികാരം വേണം. അല്ല, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ആളെ അഭിപ്രായമുള്ള ആളാണ്. ആളിപ്പോൾ എന്തായാലും BJP-ലേക്ക് മാറിയല്ലോ. പിന്നെ അതും കൂടി കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താ ഉള്ളത് സാറേ? ഇനി വേറെ എന്താ കലങ്ങളുള്ളത്? പി.സി. ജോർജിനെ കുറിച്ച് യാതൊരു അഭിപ്രായമില്ല. 24 മണിക്കൂറിൽ 2 പാർട്ടിയിലേക്ക് മാറുന്ന ആള്. BJP-യുടെ ഘടകകക്ഷിയായിട്ട് പോയില്ലേ ആള്. പി.സി. ജോർജ് എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്ത്യൻ ആള്. ആ ആളാണ് ഇപ്പോൾ BJP-യിലേക്ക് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കിക്കൂടെ ആളെ കുറിച്ച്. ആളെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്, ആളുടെ കാര്യങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് ആള് പല വിധത്തിലുള്ള ഓന്ത് നിറമാറുന്ന പോലെ മാറിക്കൊണ്ടിരിക്കും. അതന്നെ, വേറെ ഒന്നുമില്ല. ഒരു അഭിപ്രായമില്ല. ആൾ ഇന്ന് ഇതിൽ കണ്ടാൽ നാളെ അവിടെ കാണുക. അപ്പോൾ അതുകൊണ്ട് അഭിപ്രായമില്ല. അഭിപ്രായം ഉണ്ടായിരുന്നു. ആദ്യം നല്ലൊരു വ്യക്തിത്വമൊക്കെ ഉള്ള ആളായിരുന്നു. ഇപ്പോൾ പോയി ഇത് ജനപക്ഷമായി. അത് കഴിഞ്ഞ് ഇപ്പോൾ BJP-യിൽ പോയി. ഇനി അടുത്ത തവണ ഏതിലാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ നിൽക്കണ്. ആ വ്യക്തി അഭിപ്രായം കുറവാണ്. അപ്പോൾ നല്ല സാധ്യതയുണ്ട്. ജയിക്കാനല്ല നിങ്ങളെ തോൽക്കാനാണെങ്കിൽ റെഡിയാ. തോൽക്കാൻ റെഡി, ജയിക്കാൻ സാധ്യത കുറവാണ്. പി.സി. ജോർജ് അഭിപ്രായമില്ലാത്ത ആളായി പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി, ഇങ്ങോട്ട് ചാടി, അങ്ങോട്ട് ചാടി, അങ്ങോട്ട് പാര വെച്ചു, ഇങ്ങോട്ട് പാര വെച്ചു നടക്കുന്ന ആളായ കാരണം. അയാൾ ചറ്റ, അയാൾക്ക് അധികാരം വേണം. പി.എസ്. ജോർജിനെ കുറിച്ച് അയാൾക്ക് മോനും മന്ത്രി MLA ആവണം. അതന്നെ, അയാൾക്ക് അയാളെ മോനും മന്ത്രി ആവണം, അല്ല MLA ആവണം. അത് ശരി തന്നെയാണ്. പരമചെറ്റിൻ്റെ അയാൾ. അതിലിപ്പോൾ ഈ ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്ത്യാനി കുറ്റം പറഞ്ഞു തുടങ്ങിയാണ്. ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിന് കുറ്റം പറഞ്ഞു തുടങ്ങിയാണ്. അപ്പോൾ അയാൾ ശരിയല്ലല്ലോ. തൃശ്ശൂരാ എവിടെ ജയിക്കുന്നു? തൃശ്ശൂർ എന്തായാലും ജയിക്കില്ല. ആള് MLA പൊട്ട ചടച്ചടാവാ. ആൾക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളാ പി.സി. ജോർജ്. നമുക്ക് നാളെ പറ്റിയൊന്നും പറയാനില്ല. എന്താ വെച്ചാൽ നിങ്ങൾ മാധ്യമത്തിലുള്ള ആൾക്കാരല്ലേ. പി.സി. ജോർജ് ചടച്ചടാവാ പൊട്ട അഭിപ്രായം പറയുന്നു. അത് നമുക്ക് പബ്ലിക്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് ആളെന്തിനും വെട്ടി തുറന്ന് പറയുന്ന ആളാ. പക്ഷെ ആൾക്ക് പറയുന്നത് എന്താണെന്ന് ആൾക്ക് അറിയില്ല. അത് പിന്നീട് ആൾ ചിന്തിക്കുള്ളൂ. പറഞ്ഞു കഴിഞ്ഞിട്ട് ചിന്തിക്കുന്ന ആളാൾ, എടുത്തു ചാടി പറയുന്ന ആളാ. പക്ഷെ അത് ജനങ്ങൾക്ക് അത് വിഷമമുണ്ടാക്കണ ഒരു കാര്യമാണ്. 10 വോട്ട് കിട്ടിയ ഭാഗ്യം. ആളുടെ ഫാമിലിയിൽ 10 പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 10 വോട്ട് മാത്രമേ കിട്ടുള്ളൂ. അല്ലാണ്ട് പുറത്തുനിന്നൊരു ആളും കിട്ടില്ല, വോട്ട് കിട്ടില്ല പി.സി. ജോർജിന്. ആളുടെ നല്ലൊരു ക്യാരക്ടറായ കാരണം അങ്ങനെ പറയുന്നത്. ചേട്ടാ, ഏത് സാധാരണക്കാർക്ക് അറിയാം ആളെ കുറിച്ച്. ഏത് സാധാരണക്കാരെ, ഒരു കുഞ്ഞു കുട്ടിക്ക് വരെ ആളെ കുറിച്ച് അറിയാം. നല്ല ആളാണെങ്കിൽ ഞാൻ അങ്ങനെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. പി.സി. ജോർജിനെ കുറിച്ച് എന്നിട്ട് പറയാനുള്ള കാലുമാരല്ലേ. എപ്പോൾ നോക്കിയാലും കാലുമാരെന്ന് വെക്കാം. അവനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. രാഷ്ട്രീയത്തിലെടുക്കാൻ പറ്റില്ല അവനൊന്നും. വേറെ അതൊന്നും പറയാൻ പറ്റില്ല. അവൻ കുറെ നേരം കോൺഗ്രസ് നടക്കും, പിന്നെ BJP-ലേക്ക് മാറിയില്ലേ. പിന്നെ അവനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അവനൊന്നും വരരുത്, കള്ളനാണ്. വന്നിട്ട് കാര്യമില്ല, കാലം വരെയില്ല ആള്. ചേട്ടൻ എന്താ പറയാനുള്ള? ഞാൻ പറയാൻ തെറ്റുണ്ടാ? കാലുമാറാണ്, കള്ളന്മാരാണ് കാലുമാറാ. അത്ര ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ. കുറഞ്ഞ STP-ലേക്ക് ചിലപ്പോൾ STP-ലേക്ക് മാറും, ഇല്ലെങ്കിൽ PDP-ലേക്ക് മാറും. കാശ് കിട്ടിയാൽ എന്തും ചെയ്യും. അവനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇല്ല, അവനൊന്നും കള്ളന്മാരെന്ന് ഞങ്ങൾ തൃശ്ശൂരിൽ വഴിപ്പിക്കില്ല. എന്ന കേസ്. സുരേഷ് ഗോപി ഇപ്പം നിൽക്കണ പാർട്ടിയിൽ നിന്നാൽ ഞാൻ ജയിക്കില്ല. എന്നാൽ വേറെ സ്വതന്ത്രനായിട്ട് ഒരു പാർട്ടിക്ക് സ്വതന്ത്രനായി നിന്നാൽ ചിലപ്പോൾ ജയിക്കും. നല്ല മനുഷ്യനാ.
പക്ഷെ അവൻ ചാണകവിലൊക്കെ എടുക്കണ തിരിഞ്ഞു വളഞ്ഞ് നടക്കുള്ളൂ. അവൻ ഇനി ജയിച്ചിട്ട് പറയണ ബീഫ് തിന്നാൻ പാടില്ല, അവൻ നമുക്ക് തിന്നാണ്ടിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ തിന്നും. അങ്ങനത്തെ അവനോട് പറയിപ്പിക്കും ചിലപ്പോൾ പശു ഇറച്ചി തിന്നാൻ പാടില്ല, അവൻ നമുക്ക് തിന്നാണ്ടിരിക്കാൻ പറ്റില്ലേ? തിന്നാൻ പാടില്ല. അവനൊന്നും വരരുത്. അവനാണ് സ്വതന്ത്രമായിട്ട് നിന്നോട്ടെ, ഞാൻ വരെ വോട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പം വോട്ട് ചെയ്യും, ജയിപ്പിക്കും. ചാണകയിൽ കിടന്ന് കറങ്ങണവൻ അവൻ ചാണകയിൽ തന്നെയാ നടക്കുള്ളൂ. വേണമെങ്കിൽ അവൻ ഏത് പാർട്ടിയിൽ വേണം നിന്നോട്ടെ, BJP-യിൽ നിന്ന് കയറില്ല ചേട്ടാ. PC ജോർജാ, എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. അങ്ങോട്ട് ഇപ്പോൾ BJP-യിലേക്ക് ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യം കാലി മാറണ എത്രാമത്തെ പ്രാവശ്യം ഇപ്പോൾ കാലി മാറണമെന്നാണ്. ഇപ്പം ഏതെല്ലാം പാർട്ടിയിൽ ചാടിയാൾ യാതൊരു വലിയ അഭിപ്രായമില്ല അങ്ങോരെ പറ്റിയിട്ട്. 10 വയസ്സ് ഒരു ആൾക്ക് വോട്ട് കിട്ടില്ല, കിട്ടാൻ പ്രയാസമാണ്, കിട്ടില്ല അയാൾക്ക്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് വോട്ടേനും കിട്ടും. PC ജോർജ് എന്ന് വെച്ചാൽ കാലി മാറുന്നൊരു വ്യക്തിയല്ല PC ജോർജിനെ പറ്റിയിട്ടേ. അയാളിങ്ങനെ കാലി മാറി ഇങ്ങനെ ഇപ്പോൾ BJP-യിലേക്ക് എത്തിയില്ലേ, അതിനുണ്ടായത്. അത് കാലി മാറ്റക്കാരല്ല, ഒന്നിനും അടിയുറച്ച് നിൽക്കണമെങ്കിൽ പിന്നെ ആൾക്ക് വോട്ടൊക്കെ കിട്ടിയാലും ശരിക്കും. PC ജോർജിനെ കുറിച്ച് യാതൊരു അഭിപ്രായമില്ല. 24 മണിക്കൂറിൽ 2 പാർട്ടിയിലേക്ക് മാറുന്ന ആൾ, അതാണ് തോന്നുന്നത്. അയാൾക്ക് എന്ത് വ്യക്തിത്വമുള്ള, ദിവസം പാർട്ടി മാറി ഇങ്ങനെ ഒരാൾ നേതാവായിട്ട് അംഗീകരിക്കണം ജനം. അയാൾ ഇപ്പോൾ നാളെ BJP-യിലേക്ക് പോയി, അത് കഴിഞ്ഞ് അവിടെ നിന്ന് രാജിവെച്ച് പോന്നു, പിന്നെ വീണ്ടും BJP-യുടെ കൂടെ പോയി, ഇപ്പോൾ വീണ്ടും BJP-യിൽ ചേർന്നു. ഒരു വ്യക്തിത്വം വേണ്ടേ? വ്യക്തിത്വം ഇല്ല, ദിവസം പാർട്ടി മാറുക. അതന്നെ അത് ശരിയല്ല. അത് ഇങ്ങനത്തെ ഒരു നേതാക്കന്മാരെ ഇവിടെ വേണ്ട നമുക്ക്. ഒരു പാർട്ടിയിൽ ഉറച്ച് നിൽക്കണ്ട, അത് ദിവസം പാർട്ടി മാറുക. അയാളെ പറ്റി നല്ല അഭിപ്രായമില്ല നമുക്ക്. തൃശ്ശൂർ മത്സരിക്കുന്ന 8-ൽ പൊട്ടും. തൃശ്ശൂർ PC പറഞ്ഞു തൃശ്ശൂർ മത്സരിക്കും, പൊട്ടി കൊടുത്ത അഡ്രസ്സില്ല PC പറഞ്ഞു. ആളൊരു എന്താ പറയാ, ഒരു പ്രത്യേക മനുഷ്യനാ, ഒരു പ്രത്യേക രൂപ പ്രത്യേക മനുഷ്യനാ. അങ്ങനെ ഇങ്ങനൊക്കെ മാറി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിന് വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ഇല്ല ആളെ കുറിച്ച്. ഇപ്പം തന്നെ കണ്ടില്ലേ, ആളിപ്പോൾ NDA-ലേക്കാണ് പോയി, BJP-യുടെ ഘടകകക്ഷിയായിട്ട് പോയില്ലേ. ആള് PC ജോർജ് എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്ത്യനാള്. ആ ആളാണ് ഇപ്പോൾ BJP-യിലേക്ക് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കിക്കൂടെ ആളെ കുറിച്ച്. ആളെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടും ആളുടെ കാര്യങ്ങളുടെ നേട്ടത്തിനും വേണ്ടിയിട്ട് ആള് പല വിധത്തിലുള്ള നിറമാറുന്ന പോലെ മാറിക്കൊണ്ടിരിക്കും. അതന്നെ, വേറെ ഒന്നുമില്ല. അത് പറയുന്നത് തന്നെ കാരണം ആളെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആൾ നിലകൊള്ളുന്നു. ആളെ കാര്യം എങ്ങനെയും നടക്കണം, അതിന് ആരെ കൂടെയും കൂട്ടുകൂടും. അത് BJP എന്നല്ല, ഏത് പാർട്ടി ആയാലും ആളെ കാര്യം നടക്കലാണ് ലക്ഷ്യം. തൃശ്ശൂര് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ കെട്ടിയ കാശ് കിട്ടില്ല ചിലപ്പോൾ, തല്ല് കിട്ടാണ്ട് നോക്കിയാൽ മതി. തൃശ്ശൂരൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ പൊതുവെ ബോധവാന്മാരാ, മനസ്സിലാവണ്ട. അതുകൊണ്ട് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ല് കിട്ടും ചിലപ്പോൾ. അത് ശ്രദ്ധിക്കാൻ പറഞ്ഞോളൂ. PC ജോർജിനെ വിശ്വസിക്കാൻ പറ്റില്ല, അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എപ്പോഴാണ് മറുകണ്ഠം ചാടുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പോളിസിയുടെ പേരിൽ NDA-യിൽ ചേർന്നിരിക്കുകയാണെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പഴയ പാരമ്പര്യം വെച്ച് നോക്കുന്ന സമയത്ത് അവർ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിനൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ജയിക്കില്ല തൃശ്ശൂർ മത്സരിക്കുകയാണെങ്കിൽ. അദ്ദേഹത്തിൻ്റെ തട്ടകം എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറാണ്. അവിടെ മത്സരിച്ചാൽ നല്ലൊരു ഇമ്പ്രസീവ് പെർഫോമൻസ് നടത്താൻ പറ്റും എന്ന് ഞാൻ. ഇനി പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മുമ്പ് MLA ആയിരുന്ന ആളാണ്, ഒരു ചതുഷ്കോണ മത്സരത്തിൽ ജയിച്ച വ്യക്തിയാണ്, കോടിക്കണക്കിന് രൂപയൊക്കെ ഇറക്കി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമില്ല, NDA-യുടെ മെമ്പർ ആണെങ്കിൽ പോലും. എനിക്ക് അതിൻ്റെ പ്രത്യേകിച്ച് അഭിപ്രായമുള്ള ഒരു മനുഷ്യനല്ല അയാൾ. കാരണം വ്യക്തമായൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാത്തൊരു വ്യക്തിയാണ് അയാൾ. കാരണം മറികണ്ഠം ചാട് അങ്ങോട്ട് ചാട്. പിന്നെ അയാളെ കുറിച്ചൊരു ഇതുണ്ട്, ഏത് മുന്നണിയിൽ, അതായത് 2 മുന്നണിയും കൂടി തോൽപ്പിക്കാന്നിട്ടും അയാൾ ജയിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു പവറുണ്ട്, അല്ലാതെ കൊണ്ട് വേറൊരു എന്താ പറയുക, ഒരു നല്ലൊരു വ്യക്തിയായിട്ട് തോന്നുന്നില്ല. PC ജോർജ് കുഴപ്പമില്ല ആള്, പക്ഷേ ഓരോ സമയത്ത് അങ്ങനെ മാറി നിൽക്കുമ്പോൾ ജനങ്ങൾക്കൊരു സംശയമുണ്ട്, അത് നല്ല ക്യാരക്ടറല്ലല്ലോ. കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൂ, പക്ഷേ അത്ര നല്ല ക്യാരക്ടറല്ല അത്. ഒരു രക്ഷയില്ലടാ, ഒരു രക്ഷയില്ല PC ജോർജിന്. BJP സ്ഥാനാർത്ഥിയായിട്ട് വെക്കുകയാണെങ്കിൽ ഇല്ല. എതിർ പാർട്ടി ജയിക്കും, ഇങ്ങോട്ട് ജയിക്കില്ല. മത്സരക്കാണെങ്കിൽ അത് ജയിക്കില്ല, ഇവിടെ ജയിക്കില്ല. വലിയ കുഴപ്പമൊന്നുമില്ല, ആളെ ഒരു ഇത്തിരി എടുത്തുകാട്ടുകാരനാണ്, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, അത് ആളുടെ പ്രകൃതമാണല്ലോ.
അതാണ് പ്രകൃതമല്ല. അയാളുടെ നേച്ചറാണല്ലോന്ന് കാര്യം മാറില്ലേ. കാലം അങ്ങനെ മാറിയിട്ടില്ല ആള്. ഇപ്പോഴത് ബി ജെ പിക്ക് പോയിട്ടുള്ളൂ. അത് അയാൾ സ്വന്തമായിട്ട് നിൽക്കല്ലായിരുന്നേ. ബി ജെ പി ആണ് ഇപ്പോൾ ജയിച്ചു വരുന്ന പാർട്ടി, പ്രതീക്ഷയുള്ള പാർട്ടി. അപ്പോൾ അതിലേക്ക് പോകണ അത്ര തന്നെ. PC നല്ല മനുഷ്യനാണ്. എന്നാൽ എല്ലാ സമയത്തും നല്ല മനുഷ്യനല്ല. കാരണം അയാൾ മറുകണ്ടൊക്കെ ചിലപ്പോൾ ചാടാറുണ്ടല്ലോ. ഇപ്പോൾ അയാൾ സ്റ്റഡിയിൽ നിൽക്കണ്ടെന്ന് വിചാരിക്കണു. പറയാൻ പറ്റില്ല. അതായത് എഴുതിയ പോലെ ഉണ്ട്, തലവീതി എങ്ങനെയുണ്ട് അതുപോലെ ഇരിക്കും. ഏതായാലും ആൾ ബോൾഡാണ്. മനസ്സിലായില്ലേ? കാരണം തൃശ്ശൂരിൻ്റെ പൾസ് അറിയുന്ന ആൾക്കാർ ഇവിടെ നിന്നാലേ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി ജയിക്കാനുള്ള ചാൻസ് ഉള്ളൂ. തൃശ്ശൂരിൻ്റെ പൾസൊന്നും അദ്ദേഹത്തിന് അറിയില്ല. ആ ഭാഗത്തെ പൾസ് മാത്രമേ അദ്ദേഹത്തിന് അറിയുള്ളൂ. ആള് കഴിയുമ്പല്ല. തൃശ്ശൂരാള് എളുപ്പമല്ല. PC ജോർജ് ഇവിടെ ഒന്നുമില്ലല്ലോ. PC ജോർജ് ഒന്നും നടക്കില്ല. ആള് ഇന്നസെൻറ്റിൻ്റെ മറ്റേ ചങ്ങാതിയാണെന്ന് പറഞ്ഞ കാര്യത്തില്ല, ഇവിടെ നടക്കില്ല. PC ജോർജ് ഇപ്പോൾ BJP-യിലേക്ക് മാറിയിട്ടുള്ള ആളല്ലേ. ആൾ നല്ല അഭിപ്രായമാണ്. ഞാൻ ഇന്ന് വരെ ന്യൂസ് കണ്ടു. ആൾ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ആളെ അഭിപ്രായമുള്ള ആളാണ്. ആളിപ്പോൾ എന്തായാലും BJP-യിലേക്ക് മാറിയല്ലോ. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇപ്പോൾ പറയാം, ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത കാഴ്ചയിൽ പറയാം. BJP പിന്നെ അതും കൂടി കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താ ഉള്ളത് സാറേ? ഇനി വേറെ എന്താ കലക്കാനുള്ളത്? അല്ല, BJP കൂടി കലക്കാണെങ്കിൽ കലക്കട്ടെ ആള്. രണ്ടും കലക്കിയിട്ടാണല്ലോ വന്നിട്ടുള്ളത്. പിന്നെ കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, കച്ചവടക്കാർ. അവരോട് ചോദിക്കൂ ബാക്കിയുള്ള മറുപടികൾ എങ്ങനെയാണെന്നുള്ളത്. PC ജോർജ് നല്ലൊരു രാഷ്ട്രീയ നേതാവാണ്. ഉറച്ചു നിൽക്കുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇനി ഉറച്ചു നിന്നതിന് ഇയാൾക്ക് രക്ഷയില്ല. അതുകൊണ്ട് എന്തായാലും NDAയുടെ കൂടെ നിൽക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അല്ല, കലകില്ല. അതങ്ങനെ കലങ്ങണമല്ല ഈ പാർട്ടി. ഇത് മറ്റെന്താ പറയുക, ഭാരതത്തിലേക്ക് വന്നിട്ടുള്ള വിദേശ ശക്തികളെല്ലാം, എല്ലാ വിദേശ മതങ്ങളും ഭാരതീയ സംസ്കാരത്തിൽ, ഹിന്ദു മതത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ളൂ. ഇവിടുത്തെ സംസ്കാരത്തിൽ ലയിച്ചു ചേർന്നു. അതേപോലെ അദ്ദേഹം ഇവിടെ വന്നാൽ നമ്മളിൽ ലയിച്ചു ചേരുള്ളൂ. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രത്യേകത. PC ജോർജ് ആദ്യമൊക്കെ നല്ലവനായിരുന്നു. ഇപ്പോൾ പാർട്ടി മാറുന്നതിന് അത്ര താല്പര്യമില്ലെന്ന് മാത്രം. എന്തുകൊണ്ടാണെങ്കിൽ ഒരു പാർട്ടിയിലാണ് നിൽക്കണ്ടേ? അതന്നെ എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. ശരിയല്ല, അതാണ് പാർട്ടി മാറുന്നത് ശരിയല്ലല്ലോ. ഒരാൾ വ്യക്തിപരമായിട്ട് ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു പാർട്ടിയിൽ നിൽക്കുകയാണെങ്കിൽ അതല്ല ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മളൊരു പാർട്ടിയിൽ നിൽക്കണം, കോൺഗ്രസ് ആണ് കോൺഗ്രസ്, മാർക്സിസ്റ്റാണ് മാർക്സിസ്റ്റ്, അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. അത് ഒരിക്കലും ജയിക്കില്ലല്ലോ. ഇവിടെ വ്യക്തിപരമായിട്ട് PC ജോർജിന് ഇവിടെ ഇല്ല. ആളുടെ മണ്ഡലത്തിൽ മാത്രമല്ല ആൾക്ക് ഇതുള്ളൂ. അഭിപ്രായം അത് ആൾ പല പാർട്ടികളിലേക്ക് ഇങ്ങനെ മാറി മാറി നിൽക്കുന്നതുകൊണ്ട് പല പാർട്ടികളിങ്ങനെ മാറി മാറി പോലെ ഒരു പ്രത്യേക ആൾക്കൊരു പ്രത്യേകിച്ചൊരു ഇത് വേണ്ടേ, ഒരു രാഷ്ട്രീയത്തിലൊരു അടിയുറച്ച ഒരു നിലപാടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പല പാർട്ടികളിലാൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നാളെ ഏത് പാർട്ടിയിലേക്ക് പോകാമെന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. ജയിക്കില്ല, PC ജോർജ് ജയിക്കില്ല. ഇത് തന്നെ പല പാർട്ടികളിൽ നിൽക്കുന്നതുകൊണ്ട് ആൾക്ക് ജനങ്ങളുടെ അഭിപ്രായം ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നല്ല അഭിപ്രായമല്ല. അയാൾ ഞാൻ ഏത് മുന്നണിയിലൊക്കെ ഇല്ലാത്തുള്ള അയാൾ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് കുറേ അയാളെ വിഷമിപ്പിച്ച അയാൾ. കുറേ എല്ലാവരും കൂടി കുറേ അധികം ടെൻഷനായി ഇയാൾ കാരണം. മാണിക്ക് വരെ ഇയാളെ കൊണ്ട് ബുദ്ധിമുട്ടായി. നല്ല അഭിപ്രായമില്ല അയാളെ കൊണ്ട്. അങ്ങനെ അയാൾ ഇതുവരെ ഒരു ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല. എല്ലാം മാറി മാറി മാറി. ഇപ്പോൾ അയാൾക്ക് എവിടെയെങ്കിലും ജയിക്കണം വെച്ചാൽ ഇനിയിപ്പോൾ BJP ഒരു സഹായം ആവശ്യമുള്ളൂ. അതും കൂടി ഉണ്ടാവുള്ളൂ. അത് BJPക്ക് ദോഷം അയാൾ വരുന്നുണ്ട്, ഗുണം ചെയ്യില്ല. PC ജോർജ് അറിഞ്ഞാലും ചാടും. ചാടാൻ വേണ്ടി നടക്കണ ആളാണ് അയാൾ. ഇന്ന പാർട്ടിയൊന്നുമില്ല അയാൾക്ക് സ്ഥിരമായിട്ട്. അയാളുടെ സേഫ്റ്റിക്ക് വേണ്ടി നടക്കുക, ജനങ്ങളെ സേഫ്റ്റിക്കല്ല. അങ്ങനെയല്ലേ അയാളെ കാര്യമല്ല നോക്കണത്. അയാൾക്ക് അയാളുടെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അയാൾ ചാടുന്നത്. കൂടുതൽ ഓരോ സാധനങ്ങൾ നോക്കണ്ട. അയാളുടെ സ്വന്തം കാര്യത്തിന് അതിൽ ചാടുന്നത്. നല്ല സാധനം എവിടെ കിട്ടുമ്പോൾ അതിലേക്ക് ചാടുക അയാൾ. അറിയില്ല, ജനങ്ങളല്ലേ ജയിപ്പിക്കണം തോൽപ്പിക്കണത്. ജനങ്ങളെന്താ ചെയ്യാന്ന് ജനങ്ങൾക്ക് അറിയില്ല. ജോർജിനെ കുറിച്ച് എന്തെന്ന് പറയാ, ആളിപ്പോൾ നിന്നാ തോൽക്കുള്ളോ എന്നാണ് നിന്നാ. ആളെ കുറിച്ച് പത്ത അഭിപ്രായം നമ്മളെന്നിട്ട് പറയാന്. അയാൾ നിൽക്കാൻ വന്ന അയാള് കാലക്കേടാ.